പിതൃ സഹോദരന്റെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ 12-കാരിക്ക് കുട്ടിയോടുണ്ടായിരുന്നത് കടുത്ത വിരോധമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കുഞ്ഞിന്റെ വാക്സിനേഷൻ കാർഡ് അടക്കം മുമ്പ് പെൺകുട്ടി നശിപ്പിച്ചിരുന്നു. പെൺകുട്ടി ടോയ്ലറ്റിൽ പോയി തിരികെ എത്തുമ്പോൾ എല്ലാവരും ഉറങ്ങിയിരുന്നു. തുടർന്ന് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിയുകയായിരുന്നു. കുട്ടിയുടെ മാനസിക നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സ്നേഹം കിട്ടുന്നില്ലെന്ന തോന്നൽ കൊണ്ടാണ് കൊല നടത്തിയതെന്നാണ് ഇപ്പോഴും പറയുന്നത്. പെൺകുട്ടിയുടേത് ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. അച്ഛനും അമ്മയും 2 വർഷം മുമ്പ് വേർപിരിഞ്ഞു. 3 മാസം മുമ്പ് അച്ഛൻ മരിച്ചു. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ വാക്സിൻ രേഖകൾ അടക്കമുള്ളവ പെൺകുട്ടി മുമ്പ് നശിപ്പിച്ചു. ആ വീട്ടിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഒരാൾ മരണപ്പെട്ടു. ബാക്കി 4 പേരിൽ ഒരാളാണ് കൊലയാളിയെന്ന് ആദ്യം തന്നെ മനസ്സിലായി. അതിൽ നിന്നു തുടങ്ങിയ അന്വേഷണമാണ് ഈ കുറ്റസമ്മതത്തിലേക്ക് എത്തിയതെന്നാണ് വളപട്ടണം SHO സുമേഷ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. തലശ്ശേരിയിലെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നിൽ ഇന്ന് ഹാജരാക്കും. ശേഷം കോഴിക്കോട്ടെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയേക്കും. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറയ്ക്കലിൽ വാടകയ്ക്ക് കഴിയുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തുവിന്റെയും അക്കമ്മയുടെയും മകൾ യാസികയാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെ കാണാതായത്. കുഞ്ഞിനെ കാണാനില്ലെന്ന് മാതാപിതാക്കളെ വിളിച്ചുണർത്തി പറഞ്ഞതും 12-കാരിയായിരുന്നു. നാട്ടുകാർ തിരച്ചിൽ നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. താമസിക്കാതെ തൊട്ടടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തിയ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. മുത്തുവിന്റെ മൂത്ത സഹോദരന്റെ കുട്ടിയാണ് 12-കാരി. 7ാം ക്ലാസ് വരെ തമിഴ്നാട്ടിലായിരുന്നു കുട്ടി പഠിച്ചിരുന്നത്. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ 12 വയസ്സുള്ള കുട്ടി കിണറ്റിലെറിഞ്ഞ് കൊന്നുവെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടത്. അതിലേറെ ഞെട്ടലായിരുന്നു ഈ 12-കാരിയുടെ മൊഴി കേട്ടപ്പോഴുണ്ടായത്. തനിക്ക് ലഭിക്കേണ്ട സ്നേഹം ചെറിയ കുട്ടിയിലേക്ക് മുഴുവനായും പോകുമോ എന്ന ഭയത്താലായിരുന്നു കൊലപാതകമെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ കുട്ടി പോലീസിന് നൽകിയ മൊഴി. വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ മലയാളികളുടെ മനസ്സിലൂടെ കടന്നുപോയതും 22 വർഷം മുമ്പ് റിലീസ് ചെയ്ത എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തമാണ്. ഭാര്യ മീരയും സ്കൂൾ കുട്ടിയായ മകൻ വാസുദേവും അടങ്ങുന്ന ചെറിയ സന്തുഷ്ട കുടുംബമായിരുന്നു വിശ്വനാഥന്റേത്. വാസുദേവും മീരയും കൂട്ടുകാരെ പോലെ ഇടപഴകുകയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നവരായിരുന്നു. മീരയ്ക്ക് ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ അതിൽ അങ്ങേയറ്റം സന്തോഷിച്ച വാസുദേവ് തന്റെ കുഞ്ഞനിയന് അപ്പു എന്ന പേരുമിട്ടു. അപ്പുവിനെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത വാസുദേവിന് പതി അച്ഛനും അമ്മയും തന്നോടുള്ള സ്നേഹവും ശ്രദ്ധയും കുറഞ്ഞതായും അപ്പുവിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നതായും തോന്നി തുടങ്ങി. ഓരോ അവസരത്തിലും തന്നെ മാറ്റി നിർത്തുന്നതായി തോന്നിയ വാസുദേവ് ഒരിക്കൽ അച്ഛനുമായി വഴക്കിലായി. വഴക്കിനിടയിൽ നിയന്ത്രണം വിട്ട് അച്ഛൻ വാസുദേവിനെ അടിച്ചതോടെ സങ്കടവും അമർഷവും സഹിക്കാനാവാതെ വാസുദേവ് അപ്പുവിനെ ഉപദ്രവിക്കുകയും അബദ്ധവശാൽ അപ്പു മരണപ്പെടുകയും ചെയ്തു. ഈ വാർത്ത കേട്ട് ഞെട്ടിയെന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ സിബി മലയിൽ പറയുന്നത്. സിനിമ പുറത്തിറങ്ങി ഇത്ര വർഷമായിട്ടും സമൂഹം ഇക്കാര്യം വേണ്ടവിധം മനസ്സിലാക്കാത്തതിൽ വിഷമമുണ്ടെന്നും സിബി മലയിൽ പ്രതികരിച്ചു. ബേബിയും സഞ്ജയുമാണ് എന്റെ വീട് അപ്പുവിന്റെയും സിനിമയുടെ തിരക്കഥയുമായി എന്റെ അടുത്തേക്ക് വന്നത്. പല കുടുംബങ്ങളിലും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിയിൽ ശ്രദ്ധ കുറയുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലുമുണ്ട്. പലരും തിരിച്ചറിയാൻ താമസിച്ചു പോകാറുമുണ്ട്. എന്റെ വീട് അപ്പുവിന്റെയും സിനിമ തിയേറ്ററുകളിൽ വന്ന ശേഷം മാതാപിതാക്കൾ പലരും എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. കൂടുതലും അമ്മമാരായിരുന്നു വിളിച്ചത്. അവർക്കൊരു തിരിച്ചറിവായിരുന്നു ഈ സിനിമ. എന്തുകൊണ്ടാണ് എന്റെ മൂത്ത കുട്ടി ഇറിബലായി പെരുമാറുന്നത്, ഇളയ കുട്ടിയെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഇളയ കുട്ടിയെ ഉപദ്രവിക്കുന്ന മൂത്ത കുട്ടിയെ ഇവരിൽ പലരും ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ അതിനു പിന്നിലെ കാരണം എന്തെന്ന് മനസ്സിലായിരുന്നില്ലെങ്കിലും അവർ പറയുന്നുണ്ട്. മൂത്തയാളെ അടിച്ചതൊക്കെ തെറ്റായിപ്പോയെന്നും അവരിൽ പലരും കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാ കുടുംബങ്ങളിലും നടക്കാവുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് സിബി മലയിൽ പറയുന്നത്. കണ്ണീരോടെ അല്ലാതെ കണ്ടു തീർക്കാനാകാത്ത ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഒരുപക്ഷെ അന്ന് പലരും നെറ്റിച്ചൊഴിച്ചിരുന്നു. ഇത്തരത്തിലൊന്ന് സംഭവിക്കാനിടയുണ്ടോ എന്ന ചർച്ചകളും ഉയർന്നു. എന്നാൽ കാലങ്ങൾക്കിപ്പുറം കണ്ണൂരിൽ നിന്ന് വന്ന ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളക്കര. സന്തുഷ്ട കുടുംബവുമായി ജീവിക്കുന്ന വിശ്വനാഥൻ, ഭാര്യ മീര, മകൻ വാസുദേവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ കഥ മുന്നോട്ട് പോകുന്നത്. മീര വാസുവിന്റെ 2ാമയാണെങ്കിലും അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അമ്മ എന്നതിലുപരി അടുത്ത സുഹൃത്താണ് മീരയെ വാസു കാണുന്നത്. ഇതിനിടെയാണ് മീര ഗർഭിണിയാകുന്നതും കുട്ടിയെ പ്രസവിക്കുന്നതും. എന്നാൽ ചെറിയ കുട്ടിയെ പരിചരിക്കുന്നതിനിടയിൽ അച്ഛനും അമ്മയും തന്നോട് അകലുന്നുവോ എന്ന അലട്ടലിൽ നിന്ന് വാസു കുറ്റവാളിയുടെ വേഷമിടുന്നു. ഒടുവിൽ കുഞ്ഞനിയന്റെ കൊലപാതകത്തിൽ കലാശിക്കുന്നു. ജുവനൈൽ ഹോമും ഒക്കെ കഥ മുമ്പോട്ട് പോവുകയാണ്. സമാനമാണ് കണ്ണൂരിലെ കൊലപാതകവും. പിതാവ് മരിച്ചു, മാതാവ് ഉപേക്ഷിച്ചു പോയി. കൂടെയുള്ളത് ബന്ധുക്കളായ ദമ്പതിമാരും. സ്വന്തം മകളെ പോലെ വളർത്തുന്നതിനിടെയാണ് ഇവർക്കിടയിൽ കുട്ടി വരുന്നത്. തന്നോടുള്ള സ്നേഹം മുഴുവനായും കുട്ടിയിലേക്ക് പോകുമോ എന്ന ഭയം പെൺകുട്ടിയെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഇളയ കുട്ടി വരുന്നതുവരെ അത്രയും കാലം എല്ലാ പരിചരണവും നൽകിയാണ് മൂത്ത കുട്ടി നോക്കിയത്. പുതിയ ഒരാൾ വരുമ്പോൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്നത് സ്വാഭാവികമാണ്.
എന്റെ മകൾക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ മൂത്ത കുട്ടി നുള്ളുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ മകൾ ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കുമ്പോഴൊക്കെ മൂത്ത മകളോട് സംസാരിക്കുക, ഇളയ ആൾക്ക് അറിയില്ലല്ലോ എന്ന് അവൾ പറയാറുണ്ട്. പുതിയ തലമുറയിൽ അച്ഛനും അമ്മയും ഒക്കെ ജോലി ചെയ്യുന്നവരാകും. ഒരുപാട് തിരക്ക് കാണും. അവർക്ക് മൊത്തത്തിൽ മൂത്ത കുട്ടിയുടെ ശ്രദ്ധക്കുറവ് ഉണ്ടാകാറുണ്ട്. ചെറിയ കാര്യമായി ഇതിനെ കാണരുത്. മാതാപിതാക്കളിലേക്ക് ബോധവൽക്കരണം എത്തണം. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉണ്ടാകും. അതുണ്ടാകാതെ നോക്കണമെന്നും സിബി മലയിൽ പറയുന്നു. ദേഷ്യത്തിന്റെ അനന്തരഫലങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് മുതൽ ദേഷ്യം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പ്രധാന പങ്കുണ്ട്. കുട്ടികളിലെ കോപം നിയന്ത്രിക്കുന്നതിലെ ഒരു പ്രധാന ഘട്ടം അവരുടെ കോപപ്രകടനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതിരുന്നാൽ അത് അവരുടെ ദേഷ്യത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഒരു കള്ളം പറഞ്ഞ് അവർ പിടിക്കപ്പെട്ട സത്യം സമ്മതിക്കുന്നതിന് പകരം പ്രതിരോധത്തിനായി ദേഷ്യത്തെ ഉപയോഗിച്ചേക്കാമെന്നും പറയുന്നു. കൂടാതെ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും പ്രകോപനത്തിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നമ്മുടെ തലച്ചോറിനെ 2 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. വലതുഭാഗം വികാര പ്രകടനങ്ങളായും ഇടതുഭാഗം യുക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ വലതുഭാഗം ഇടതുഭാഗത്തേക്കാൾ വേഗത്തിൽ വികസിക്കുന്നത് മൂലമാണ് വികാരങ്ങളോട് യുക്തിസഹമായി പ്രതികരിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നത്. യുക്തിപരമായ ഭാഗം പൂർണ്ണമായി വികസിക്കുന്നതിന് സമയവും ജീവിതാനുഭവവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് സാഹചര്യങ്ങളോട് ഉചിതമായി പ്രതികരിക്കാൻ സാധിച്ചെന്നു വരില്ല. ദേഷ്യപ്പെടുന്നതിനുള്ള കാരണങ്ങൾ കുട്ടികളിലെ ദേഷ്യത്തിനുള്ള ചില പൊതുവായ കാരണങ്ങളൊക്കെ പറയുകയാണ്. ജനിതകം, ADHD, വിഷാദം എന്നിവ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് നേരിടുന്ന കടുത്ത പെരുമാറ്റങ്ങൾ, കൂട്ടുകാരിൽ നിന്നോ സമപ്രായക്കാരിൽ നിന്നോ നേരിടുന്ന കളിയാക്കലുകൾ, ശരിയായി ഉറങ്ങാതിരിക്കൽ, അക്രമാസക്തമായ വീഡിയോ ഗെയിമുകൾ കാണൽ, ശാരീരികമോ മാനസികമോ ലൈംഗികമോ ആയ ചൂഷണം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരം കടുത്ത വാശിയും ദേഷ്യവും കാണിക്കുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് തീരെ അനുയോജ്യമല്ല. കുട്ടികളിലെ ദേഷ്യം നിയന്ത്രിക്കാനായി ചില ഘടകങ്ങളൊക്കെ നിർണായകമാണ്. കുട്ടിയുടെ പെരുമാറ്റത്തെ അനന്തരഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് കുട്ടിയെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുകയുമാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടി ഇതിന് വഴങ്ങുന്നില്ല എങ്കിൽ ദേഷ്യം അടക്കി അവർ ശാന്തരാകുകയും തെറ്റായി പെരുമാറിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതുവരെ കുട്ടിയുമായി സംസാരിക്കാതിരിക്കുക. സ്നേഹവും കാർക്കശ്യവും ഇടകലർത്തി വേണം കുട്ടിയെ സമീപിക്കാൻ. സംസാരത്തിലും ശരീരഭാഷയിലുമായി കാർക്കശ്യം ഒതുക്കാനും കുട്ടിയെ അടിക്കാനോ ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇത് പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കൾ സമീപനം വീണ്ടും കർക്കശമാക്കണം. അതായത് കുട്ടികളുടെ പ്രവർത്തന പരിണിത ഫലമാണിതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുട്ടിയോട് മിണ്ടാതിരിക്കുന്ന നടപടി സ്വീകരിക്കാം. തന്റെ തെറ്റ് തിരിച്ചറിയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ അവരോട് സംസാരിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ആത്മപരിശോധന നടത്താൻ രക്ഷിതാക്കൾ സമയം നൽകണം. അതിനുശേഷം അവർക്ക് ഇരട്ടി സ്നേഹം നൽകുകയും ചെയ്യാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.